ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗിലൂടെ നിഫ്റ്റിന്ന് 25,815 എന്നുള്ള ആ ഒരു 50-ഡേ മൂവിംഗ് ആവറേജിനടുത്താണ് ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു ഘട്ടത്തിൽ 25,902 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഈ രീതിയിലേക്ക് താഴത്തേക്ക് വന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അപ്വേർഡ് മൂവ് ഉണ്ടായാലും 25,950, 26,000 എന്നുള്ള ആ ലെവല് അതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഏത് തരത്തിലുള്ള ഒരു മൂവും സെലോൺ റൈസ് എന്നുള്ള രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ AI സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ച കാരണം ഗ്ലോബൽ ക്യൂസ് വളരെ മോശമായിരുന്നു. S&P 500 നാസ്ഡാക്കും ഒക്കെ അതിൻ്റെ 3 ആഴ്ചയിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അത് മൊത്തത്തിലുള്ള IT ടെക്നോളജി സ്റ്റോക്കുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് ഒറാക്കിൾ സ്റ്റോക്കിൽ ഉണ്ടായ ഫോളാണ്. ഏറ്റവും ഒടുവിൽ ഒറാക്കിളുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത, ബ്ലൂ ഓൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന US ഫേം അവർ ഏകദേശം $10 ബില്യൺ ഒരു ഡാറ്റാ സെന്റർ മിച്ചിഗണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറാക്കിൾ കോർപ്പറേഷനുമായിട്ടുള്ളൊരു ഡീലിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഓപ്പൺ AI യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാ സെന്ററാണ് അവർ വിഭാവനം ചെയ്തത്. അപ്പോൾ 1 ഗിഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഈ ഒരു ഡാറ്റാ സെന്റർ ആ ഒരു ഡിസ്കഷനിൽ നിന്ന് അവർ പിന്മാറിയതാണ് ഒറാക്കിൾ സ്റ്റോക്കിൽ വലിയ ക്രാഷ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും AI ബബിള് പൊതുവെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ന്യൂസുകൾ സെൽ ഓഫിന് കാരണമാകും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെൽ ഓഫാണ് AI സ്റ്റോക്കുകളിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ഇടിവാണ് US മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായത്. ഒറാക്കിൾ ഏകദേശം 5% കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. മൊത്തത്തിലുള്ള അവർ കഴിഞ്ഞ ഒരു മാസത്തെ ഇടിവ് എന്ന് പറയുന്നത് ഏകദേശം 19% അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി AI ട്രേഡ് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ പോലുള്ള നോൺ AI മാർക്കറ്റുകളിൽ അത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ നിഫ്റ്റി IT സ്റ്റോക്കുകളിൽ കണ്ടത്. കാരണം മാർക്കറ്റ് ഇത്രമാത്രം ഡൗൺ ട്രെൻഡ് ആയിട്ടും IT സ്റ്റോക്കുകളിൽ മാത്രമാണ് സെക്ടർ വൈസ് ഇന്ന് നല്ല തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. അവിടെ 1% കൂടുതലുള്ള ഒരു റാലി IT സ്റ്റോക്കുകളിൽ നിന്ന് നടന്നു. ഇതുകൂടാതെ നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന മറ്റൊരു പ്രവണത, ഇന്ത്യ വിക്സ് 10 താഴെയാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ വലിയ തകർച്ച ഉണ്ടാകുമെന്നും ഉയർച്ച ഉണ്ടാകുമെന്നൊക്കെ പ്രവചിക്കുമ്പോഴും ഇന്ത്യ വിക്സ് വലിയ മൂവൊന്നും നടത്താതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ ഒരു ശാന്തമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ വലിയ തോതിലുള്ള ഒരു പ്രൈസ് സ്വിങ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. അടുത്ത ഒരു 30 ദിവസം മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇന്ത്യ വിക്സ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ വിക്സ് ലോ ആകുമ്പോൾ ഓപ്ഷൻ പ്രീമിയവും വളരെ കുറവായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഓപ്ഷൻ പ്രീമിയം വളരെ കുറവായി നിൽക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നവർ FIAs ആയിരിക്കും. അവർ വലിയ തോതിലുള്ള ഷോർട്ട് പൊസിഷനാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ടത് FIAസിൻ്റെ ബൈങ് ഉണ്ടായിരുന്നു. അവർ ഈ ഒരു ഡിസംബർ മാസം ആദ്യമായിട്ടാണ് നെറ്റ് ബയേഴ്സ് ആയത്. 1,171 കോടിയുടെ ഒരു ബൈങ് അവർ നടത്തിയായിട്ട് കാണാം. എന്നിട്ട് പോലും മാർക്കറ്റ് ഇന്നലെ ഡൗൺ ആവുകയുണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണം അവർ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഇത്തരത്തിലുള്ള പൊസിഷൻ ഇവിടെ എടുക്കുന്നതിനുള്ള കാരണം അടുത്ത ഒരു റൈസ് വരുമ്പോൾ തീർച്ചയായിട്ടും വമ്പിച്ച ഒരു സെല്ലിങ് നടത്താനുള്ള ഉദ്ദേശമാണ് അവരുടെ പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIAസിൻ്റെ ബൈങ് കാരണം മാർക്കറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യുകയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് ഈ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് നാളെ വരാൻ പോവുകയാണ്. അത് ജപ്പാന്റെ സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് വേൾഡ് വൈഡ് പണം പമ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്താനുള്ള തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്കം നാളെ വരുമ്പോൾ അത് വേൾഡ് വൈഡ് മാർക്കറ്റിൽ വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ FIAസിൻ്റെ സെല്ലിംഗ് കുറച്ച് ശക്തമാകാനും കാരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇവൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സെബിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് AMC കമ്പനികളെ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ, മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില റെഗുലേഷൻസ് അവർ കൊണ്ടുവന്നതായിട്ട് കാണാം. പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എക്സ്പെൻസ് റേഷ്യോയിലാണ്. നമുക്കറിയാം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരൊരു ഫീ ഈടാക്കുന്നുണ്ട്. ആ ഫീ എന്ന് പറയുന്നത് 4 കമ്പോണൻ്റ് അടങ്ങിയ ഒരു ഫീ ആണ്. അതായത് ബേസ് ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ, ബ്രോക്കറേജ്, റെഗുലേറ്ററി ലെവീസ്, സ്റ്റാറ്റ്യൂട്ടറി ലെവീസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ആണ് അവർ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ അവിടെ ഈ AMC എത്രയാണ് പണം ഈടാക്കുന്നത് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു റൂളിലാണ് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. അവിടെ ബേസ് എക്സ്പെൻസ് റേഷ്യോ
AMC വേറെ തന്നെ കാണിക്കണം. അതുപോലെ ഈ തരത്തിലുള്ള ലെവീസും സ്റ്റാറ്റ്യൂട്ടറി ലെവീസും ഒക്കെ വേറെ വേറെ കാണിക്കണമെന്നാണ് പുതിയ പരിഷ്കരണത്തിൽ AMC കമ്പനികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ എക്സ്പെൻസ് റേഷ്യോയുടെ ഒരു ലിമിറ്റ് പുതുതായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അത് പല കാറ്റഗറിയിലും പല രീതിയിലായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഈക്വിറ്റി ഓറിയന്റഡ് സ്കീമിൽ 500 കോടി മാത്രം AUM ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം ഈടാക്കാൻ പറ്റുന്ന എക്സ്പെൻസ് റേഷ്യോ 2.10% ആയിരിക്കും. അതുപോലെ ഈ AUM ഇൻക്രീസ് ആയിട്ട് 50,000-ലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഈ എക്സ്പെൻസ് റേഷ്യോ 0.95 ആയിരിക്കണം മാക്സിമം ഈടാക്കാൻ പറ്റുന്ന എക്സ്പെൻസ് റേഷ്യോ. അതുപോലെ നോൺ ഇക്വിറ്റി സ്കീമിലും ഇതേപോലുള്ള ചേഞ്ചസ് ഉണ്ട്. അവിടെ 1.85 ആണ് ചെറിയ AUM ഉള്ള ഫണ്ടുകൾക്കുള്ളത്. അതുപോലെ ബിഗ്ഗർ ഫണ്ടുകളാകുമ്പോൾ 0.70 ആണ് മാക്സിമം ഈടാക്കാൻ പറ്റുന്ന എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ AMC കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി അത് ബാധിക്കും, അവരുടെ മാർജിൻ കുറയും. എന്നിട്ട് പോലും ഇന്ന് നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ ഈ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് നടത്തുന്ന AMC കമ്പനികൾ, പ്രധാനപ്പെട്ട AMC കമ്പനികളിലൊക്കെ നല്ല മൂവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് HDFC AMC 7% റാലിയാണ് നടന്നത്. അതേപോലെ നിപ്പോൺ ഇന്ത്യ ലൈഫിൽ 5.46%, ആദിത്യ AMCയിൽ 1.5%, UTI AMCയിൽ 2%, കനറ റൊബേക്കയിൽ 6% ഉള്ള ഒരു റാലിയൊക്കെ നടന്നായിട്ട് കാണാം. ഇവരുടെ മാർജിൻ കുറയുമെങ്കിലും എന്തുകൊണ്ട് AMC സ്റ്റോക്കുകളിൽ ഈ ഒരു റാലി നടന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസൾട്ടേഷൻ പേപ്പർ ഇപ്പോൾ സെബി ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. പക്ഷെ ആ ഒരു കൺസൾട്ടേഷൻ പേപ്പറിൽ പറഞ്ഞതിൻ്റെ അത്ര അഗ്രസീവായിട്ട് ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ സ്റ്റോക്കുകളിൽ റാലിക്ക് കാരണമായത്. അപ്പോൾ ഒക്ടോബർ മാസം AMC സ്റ്റോക്കുകളിൽ ഏകദേശം 4 മുതൽ 5% വരെ കറക്ഷൻ ഓൾറെഡി നടന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഭീകരമായിരുന്നില്ല ഇപ്പോഴത്തെ ഈ റെഗുലേഷൻസ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി സ്റ്റോക്കുകളിൽ ഒരു റാലി നടന്നു എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു റെഗുലേഷൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഗുണകരമായി, അതേപോലെ തന്നെ AMC കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കില്ലാതെ ഇത് നടപ്പിലാക്കുകയും ചെയ്തെന്ന ആശ്വാസമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു പോസിറ്റീവായിട്ടാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇന്ന് ഒരു നല്ല മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അത് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയതായിട്ടും കാണാം. അപ്പോൾ നമുക്കറിയാം ഈ ടാറ്റ മോട്ടോഴ്സ് ഡീമേർജറിന് ശേഷം ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ 335 എന്ന പ്രൈസിലായിരുന്നു NSEയിൽ ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 19% ഒരു റാലിയാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഇന്റർനാഷണൽ ബ്രോക്കറേജുകൾ ഇതിന് കവറേജ് നൽകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ JP മോർഗൻ ഇതിന് ഓവർ വെയിറ്റ് എന്നുള്ള പൊസിഷൻ കൊടുത്തുകൊണ്ട് 475 എന്ന ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് വളരെ വീക്കായിട്ടുള്ള ഒരു ഗ്രോത്തിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കടന്നുപോയത്. അവിടെ നിന്നുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവോക്കോ എന്ന് പറയുന്ന യൂറോപ്യൻ ട്രക്ക് ബിസിനസ് അക്വിസിഷൻ ചെയ്തത് അതും ഈ സ്റ്റോക്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് JP മോർഗൻ കാണുന്നത്. ഇതുകൂടാതെ ബാങ്ക് ഓഫ് അമേരിക്കയും ഇതിന് 475 എന്നുള്ള ടാർഗറ്റ് നിശ്ചയിച്ചായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാറ്റ മോട്ടോഴ്സ് ഡീമേർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 660 എന്ന ലെവലായിരുന്നു. ഒക്ടോബർ 13 അതിൻ്റെ പ്രൈസ് 660 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ പ്രൈസ് ഏകദേശം 400 രൂപയും ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ പ്രൈസ് 346 അപ്പോൾ ടോട്ടലി 746 എന്ന പ്രൈസിലാണ് മൊത്തത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡീമേർജർ ഗുണകരമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 660 നിന്നും 750 സ്റ്റോക്ക് പ്രൈസ് കുതിച്ചു. അപ്പോൾ അവിടെ ടാറ്റ പാസഞ്ചർ വെഹിക്കിളിൽ ആ ഒരു ഡിക്ലൈൻ ഇല്ലായിരുന്നുവെങ്കിൽ ഏകദേശം 800 ലെവലിലേക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസ് എത്തുമായിരുന്നു. ഇതേപോലെ ഈ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ ഒരു സൈക്കിൾ റിക്കവറി നടക്കുന്നത് കാരണം അശോക ലേലൻഡ് സ്റ്റോക്കിലും നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വർഷം ഇതുവരെ 56% വമ്പിച്ച ഒരു മുന്നേറ്റമാണ് അശോക് ലേലൻഡ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി വെറും 10% താഴെ ഈ വർഷം റിട്ടേൺ നൽകിയപ്പോഴാണ് 56% റിട്ടേൺ അശോക് ലേലൻഡ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് 52 വീക്ക് ഹൈ ആയിട്ടുള്ള 171 എന്ന പ്രൈസ് ലെവലിൽ അത് എത്തിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏപ്രിൽ മാസം ഇതിൻ്റെ പ്രൈസ് 95 എന്ന പ്രൈസിലായിരുന്നു. അശോക് ലേലൻഡിൻ്റെ ഏർണിങ്സ് വർദ്ധിച്ചതും കൂടാതെ GST കട്ട് കാരണം ഉണ്ടായിട്ടുള്ള സ്പെൻഡിങ് വർദ്ധിച്ചതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മൺസൂൺ ലഭിച്ചതുമൊക്കെ മൊത്തത്തിൽ ഈ അശോക് ലേലൻഡ് കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സെയിൽസിന് വലിയ ഗുണകരമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴുള്ള ഈ ഒരു 52 വീക്ക് ഹൈ ലെവലിൽ ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നത് അപകടകരമായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് മോട്ടിലാൽ ഒസ്വാൾ പോലെയുള്ള റിസർച്ച് ഫേമുകൾ പറയുന്നത് അവരുടെ ടാർഗറ്റ് 165 ആയിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു അപ്സൈഡ് മൂവ് ലിമിറ്റഡ് ആയിരിക്കുമെന്നാണ് അവരുടെ പ്രവചനം. എങ്കിൽ പോലും ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഈ 2 കമേഴ്ഷ്യൽ വെഹിക്കിളുകൾക്കും ഉണ്ട് എന്നാണ് നിലവിലുള്ള ഡിമാൻഡ് സൂചിപ്പിക്കുന്നത്.
ഇത് നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് 2 സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് നെഫ്രോ കെയർ ഹെൽത്ത് സർവീസസ് ആണ്. വളരെ പുവർ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണ്. 6% മാത്രം ഒരു ഗെയിനോടുകൂടി IPO പ്രൈസായ 460 490 എന്ന ലെവലിലാണ് ലിസ്റ്റിംഗ് കാണുന്നത്. അതേപോലെ തന്നെ പാർക്ക് മെഡി വേൾഡ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ സ്റ്റോക്കിലും നിരാശപ്പെടുത്തിയ ഒരു ലിസ്റ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. 162 IPO പ്രൈസ് ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് 155 ലെവലിലാണ്, ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ICICI Prudential AMCയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നല്ല തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് 19% എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ ഒരു IPOയിൽ ഉണ്ടാവും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.